തൃശൂർ പൂരം അലങ്കോലമായതിൽ ബി.ജെ.പി. മുൻ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. തൃശൂർ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തിയാണ് മൊഴിയെടുത്തത്. പോലീസിന് സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് മൊഴി നൽകിയെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അനാവശ്യമായിട്ടുള്ള പല ഇടപെടലുകളും തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തോട് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആനയ്ക്ക് പട്ട കൊണ്ടുപോകുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കൊടമാറ്റത്തിന് കൊട കൊണ്ടുപോകുന്ന സമയത്ത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ രാത്രിയിലെ മടത്തിൽ വരവ്, ആളുകളെ കടത്തിവിടാതെ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളെ MG റോട്ടിൽ തടസ്സപ്പെടുത്തി അവരെ കാണാൻ അനുവദിക്കാത്ത സാഹചര്യം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പോലീസുമായിട്ടുള്ള ബലപ്രയോഗം, ഇത്തരം കാര്യങ്ങളിലെ തുടർന്ന് പൂരം നിർത്തിവെച്ച കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പോലീസിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പോലീസിന് സംഭവിച്ചിട്ടുള്ള എല്ലാ വീഴ്ചകളും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കേസിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അന്വേഷണം എങ്ങനെ നടക്കുന്നു? ഇത് ഒരു രണ്ടാമത്തെ മൊഴിയെടുക്കണം. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് ACP എറണാകുളം ACP രാജ്കുമാർ ആണ്. നേരത്തെ ഈ രാമനിലയത്തിൽ വെച്ച് VS സുനിൽകുമാറിന്റെ മൊഴിയും രാജ്കുമാർ ഒരു തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നതിന്റെ ഭാഗമായി വേണം നമുക്ക് ഇതിനെ കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കെ അനീഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനീഷ് കുമാർ കൃത്യമായി തന്നെ, അതായത് പോലീസിന് സംഭവിച്ച വീഴ്ച എന്ന നിലയ്ക്കാണ് മൊഴി നൽകിയെന്ന് പറഞ്ഞു. അതിൽ ഈ പറയപ്പെടുന്നത് പോലെ തന്നെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സംഭവിച്ച പിഴവുകൾ അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പോലീസ് അനാവശ്യമായി ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ, അതാണ് ഇത്രത്തോളം പൂരം അലങ്കോലമാവാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മന്ത്രിമാർ, അതായത് ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്, R ബിന്ദുവും VS സുനിൽകുമാർ, 2 മന്ത്രിമാരുണ്ട്. എന്നിട്ടും അവർ ഈ വിഷയത്തിൽ ആ സമയത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് BJP ജില്ലാധ്യക്ഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഇടപെടൽ, അവരുടെ നടപടിയെ സംശയത്തോടെ കാണുന്നു. അതുകൂടി ഇത്തരത്തിൽ ഈ മൊഴി നൽകിയതിനൊപ്പം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ പൂരം എടുക്കാറായി, അതായത് കഴിഞ്ഞ കൊല്ലം നടന്ന പൂരമാണ്. ആ പൂരം കഴിഞ്ഞ് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പൂരം ഈ മെയ് 6-ാം തീയതിയാണ് അടുത്ത പൂരം വരുന്നത്. അതിനു മുമ്പായി തന്നെ പോലീസ് ഒരു നടപടി വേഗത്തിലാക്കുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് കരുതാം. എന്തായാലും പെട്ടെന്ന് കൃത്യമായി മൊഴിയെടുത്തു പോകുന്ന നടപടികൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവും. എന്തായാലും ഇനി മറ്റൊരു തല അന്വേഷണം കൂടി ഉണ്ടാകും. കൂടി പൂർത്തിയാകുമ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അത് പൂരത്തിന് മുമ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ശരി അഖിൽ.